ഹലോ, അസ്സാം വലൈക്കും. ആദ്യം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ബാഗൊക്കെ ഡ്രസ്സൊക്കെ ബാഗിൽ പാക്ക് ചെയ്തിട്ട് എങ്ങോട്ടാണ് പോകുന്നതല്ലേ? നമ്മൾ വയനാട്ടിലെ ആദിത്യ നാച്ചുറൽ റിസോർട്ടിലേക്ക് നമ്മളൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. അപ്പോൾ ബാഗൊക്കെ റെഡിയാക്കി നമ്മൾ രാവിലെ ഉച്ച ടൈമിലാണ് നമ്മൾ പോകുന്നത്. നമുക്കവിടെ 3 മണിയാകുമ്പോഴേക്കും അവിടെ എത്തിയാൽ മതി. അപ്പോൾ നമ്മളൊരു 1 മണി ആ ടൈമിലോട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. നമ്മൾ മാത്രമല്ല, എൻ്റെ ഒരു ഫ്രണ്ട് അവരുടെ ഫാമിലിയും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് അവരെയും കൂടെ പിക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ വണ്ടിയിൽ ഡിക്കിലാക്കി വെച്ചിട്ട് നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡ് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോകാട്ട് ചെയ്തിട്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വണ്ടിയിലാക്കി നമ്മൾ പോവാണ് കേട്ടോ. പോകുന്ന വഴിക്ക് അവരെയും കൂടെ ഒന്ന് പിക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ അവരെയും കൂട്ടി വീണ്ടും പോവാണ് കേട്ടോ. നമ്മൾ ആദ്യം പോയത് കൊടുങ്ങാക്കാട് മക്കാമിലേക്കാണ്. നമ്മൾ വയനാട് വഴി പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് കയറിയിട്ടേ പോകാറുള്ളൂ. അവിടെ കയറി ഒന്ന് ഇതുവരെയൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ പൈസയൊക്കെ ഇട്ടിട്ട് നമ്മൾ പോകലും കേട്ടോ. അപ്പോൾ നമ്മൾ പോവുകയാണ്. പിന്നെ നല്ലൊരു എന്താ പറയുക കാലാവസ്ഥയായിരുന്നു കേട്ടോ. ചെറിയ മഴക്കാറൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ചങ്ങോട്ട് പോയപ്പോഴേക്കും മഴ ചെറുതായിട്ട് പെയ്യാൻ തുടങ്ങി കേട്ടോ. നല്ലൊരു വൈബായിരുന്നു കേട്ടോ. അടിപൊളി കാലാവസ്ഥയായിരുന്നു. പിന്നെ ചുരത്തിലൊന്നും അങ്ങനെ വണ്ടികളൊന്നും അധികം ഇല്ലായിരുന്നു, ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു. സൺഡേ ആയിട്ട് അങ്ങനെ ബ്ലോക്കൊന്നും ഇല്ല കേട്ടോ. നല്ലൊരു കാലാവസ്ഥയായിരുന്നു പോകാനായിട്ട്. നമ്മൾ തലേ ദിവസം വിളിച്ച് ബുക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചതാണ് റൂമും കാര്യങ്ങളൊക്കെ. നമ്മൾ പിന്നെ പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിച്ചു. മഴയില്ലാത്ത സ്ഥലം നോക്കി നിർത്തി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ ചിക്കൻ പൊരിച്ചതുമായിട്ട് ആക്കിയിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റിസോർട്ടിലേക്ക് എത്തി കേട്ടോ. കുറച്ച് ഉള്ളോട്ട് പോകണം കേട്ടോ റിസോർട്ട്. പിന്നെ നമ്മൾ വയനാട്ടിലൊക്കെ പോകുമ്പോൾ ഒരു ഉള്ളേരിയയിൽ എടുക്കുകയാണല്ലോ അതിൻ്റെ ഒരു രസം. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ റിസപ്ഷനിൽ പോയിട്ട് നമ്മൾ പേപ്പറുകളൊക്കെ റെഡിയാക്കിയിട്ട് വേണം നമുക്ക് റൂമിലേക്ക് പോകാനായിട്ട്. അവിടെ ഒരുപാട് കുരങ്ങന്മാരുണ്ട് കേട്ടോ. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് കുരങ്ങന്മാരെ കണ്ടിട്ടോ അവിടെ. നമ്മൾ റിസപ്ഷനിലേക്ക് പോയി. അഡ്വാൻസ് 1000 രൂപ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിനൂടെ അടിക്കണം. എന്നിട്ട് നമ്മൾ റൂമിലേക്ക് പോകും കേട്ടോ. അപ്പോൾ അവരാണ് നമ്മൾ റൂമിലേക്ക് കൊണ്ടുപോയാക്കുന്നത് കേട്ടോ. നമ്മളൊരു 3 മണിയൊക്കെ ആകുമ്പോൾ അവിടെ കയറിയിട്ട് പിറ്റേന്നൊരു 11 മണിയാകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യണം കേട്ടോ. നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട് റൂമിലേക്ക് പോവുകയാണ്. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. അതാണ് നമ്മളെ കോട്ടേജ് വരുന്നത് കേട്ടോ. കുട്ടികളൊക്കെ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറ്റുന്നുണ്ട് കേട്ടോ. എന്തിനാണെന്നറിയോ? അവർക്ക് സ്വിമ്മിംഗ് പൂളിലേക്ക് ഓടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവിടെ മെയിൻ ഉദ്ദേശം അതാണ്. ചെറിയൊരു കിച്ചൺ ഏരിയ പോലെ ഇതുപോലെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ 2 ബെഡ്റൂമാണ് ഉള്ളത്. അതാണ് ഒരു ബെഡ്റൂം. ഒരു ബാത്റൂം വരുന്നുണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. നല്ല അടിപൊളി റൂമാട്ടോ. സെറ്റപ്പൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നെക്സ്റ്റ് വരുന്ന റൂം ഇതാണ് കേട്ടോ. 2 സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങിയിട്ട് ഇതുപോലെ വരുന്നത്. റൂമിൽ അതുപോലെ തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. പിന്നെ മക്കൾ പൂളിലേക്ക് ഇറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ അവരെ നോക്കുകയേ വേണ്ട. ഇനി അവരതിൽ തന്നെ നിൽക്കുള്ളൂ. ഇനി കയറലുണ്ടാവില്ല. അവരുടെ മെയിൻ ഉദ്ദേശം ഇത് മാത്രമായിരുന്നു കേട്ടോ. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി കളിക്കണം എന്നുള്ള.
അപ്പോൾ അതാ അവരവിടെ നിന്ന് കളിക്കുന്നുണ്ട്. നമ്മൾ പോയി ഒരു ചായയൊക്കെ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചു. ഒരു ചായക്ക് വേണ്ടി സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാണ് കേട്ടോ. വെള്ളമുണ്ട്, പിന്നെ ഇതാ ചായപ്പൊടി, പഞ്ചസാര, പാൽപ്പൊടി എല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രം മതി. കെറ്റിലും കാര്യങ്ങളും അതുകൊണ്ട് നമ്മൾ കെറ്റിലിൽ വെള്ളം ആക്കിയിട്ട് നമ്മൾ ചായ റെഡിയാക്കി കേട്ടോ. വൈകുന്നേരം ഈ തണുപ്പത്ത് ഇങ്ങനെ ചായ കുടിച്ചിരിക്കാൻ രസമാണ്. നമ്മൾ അങ്ങനെ ഒരു വൈബിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടേക്ക് വന്നത് തന്നെ, എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നമ്മൾ ചായ ആക്കി. നമ്മൾ കുറച്ച് മക്രോണി ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂട്ടി ചായയൊക്കെ കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമ്മളും പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അതാ മക്കൾ കളിക്കുന്നത് കാണാൻ വേണ്ടി നമ്മളും പോയി നോക്കി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പാർക്കിലേക്കൊക്കെ ഒന്ന് പോയി. നമ്മളൊക്കെ ഒന്ന് ചുറ്റി കണ്ട കഴിഞ്ഞ് വന്നിട്ടും ഇവർ ഇവിടുന്ന് കയറിയിട്ടില്ല കേട്ടോ. അവർ പുള്ളിൽ തന്നെ ഉള്ളത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ രാത്രിയായപ്പോൾ പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ അത് രാവിലെ എണീറ്റ് വന്നിട്ടുള്ള വീഡിയോ കേട്ടത്. അത് രാവിലെ തന്നെ സേഫ്ക്ക് അതാ ഊഞ്ഞാലിൽ ആടുന്നുണ്ട്. ആദ്യമോനൊക്കെ എണീറ്റ് വന്നു. പോരുവാ, മിന്നൂസൊന്നിലും പെടൂല. ഇവിടെ നമുക്ക് 11 മണിയാകുമ്പോഴേക്കും ഇവിടുന്ന് ഇറങ്ങണം കേട്ടോ. അപ്പം പിന്നെ മക്കളൊക്കെ നേരത്തെ എണീച്ച് അവർ പിന്നെ കളിക്കാൻ തുടങ്ങി കേട്ടോ. ഷട്ടിൽ ബാറ്റ് കളിക്കേ.
പിന്നെ ഇതാ രാവിലെ എല്ലാവരും പൂളിലേക്ക് ഇറങ്ങി കേട്ടോ. നല്ല കളിയായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ട്രിപ്പ്. ഈ റിസോർട്ട് നല്ലൊരു അഭിപ്രായം. ഈ റിസോർട്ടിനെ പറ്റി പറയാനുള്ളത് നല്ലൊരു അടിപൊളിയായിരുന്നു കേട്ടോ. മക്കളൊക്കെ നല്ല കളിയാണ്, അവരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇത് രാവിലെ തന്നെ കേട്ടോ ഇത് പൂളിലിറങ്ങിയത് ഇവർ. അന്ന് രാവിലെ തന്നെ നല്ല തണുത്ത് വിറയ്ക്കുന്നുണ്ട്, പക്ഷെ എന്താ അങ്ങനെ പറഞ്ഞിട്ട് കേൾക്കണ്ടേ. പിന്നെന്താ അതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ പിന്നെന്താ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഈ പേയ്മെൻറ്റിൽ ഇൻക്ലൂഡാണ് കേട്ടോ. നമ്മൾ എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ റിസോർട്ടിലേക്ക് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോവാം കേട്ടോ. രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിനുള്ളിലേക്ക് കയറി, നമ്മൾ റൂം നമ്പറൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാം. ഇവിടെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാം കഴിക്കാം കേട്ടോ. ഇതൊക്കെ ബ്രെഡ്, ജാമ്, പിന്നെ ഇതാ ദോശയുണ്ട്. ദോശ, സാമ്പാർ, പിന്നെ ഇതാ പൂരിയുണ്ട്. പൂരി, കടലക്കറി, പിന്നെ മുട്ട പുഴുങ്ങിയതുണ്ട്. പിന്നെ ഉപ്പുമാവും പിന്നെ മീൻകറിയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് തന്നെ അവിടെ എത്തി കേട്ടോ. അപ്പോൾ ആ മീൻകറിയൊക്കെ പിന്നെ വന്നതാണ് കേട്ടോ. മീൻകറി, പിന്നെ കേസരി, ഉപ്പുമാവ്, അതൊക്കെ പിന്നെ വന്നതാണ് കേട്ടോ. നമ്മൾ വേണ്ടതൊക്കെ എടുത്ത് കഴിക്കുക കേട്ടോ. എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ വയറ് നിറയുന്നവരെ കഴിക്കാൻ പറ്റുള്ളൂ. എല്ലാ സാധനങ്ങളും ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളെല്ലാം കുറച്ച് എല്ലാം എടുത്തു കേട്ടോ. എല്ലാം എടുത്ത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഈ റിസോർട്ടിലേക്ക് വന്നാൽ നമുക്ക് ഒരിക്കലും നഷ്ടമാവില്ല കേട്ടോ. നമ്മൾ കൊടുത്ത പൈസ ഒരിക്കലും നഷ്ടമാവില്ല. അത്രയും നല്ല അഭിപ്രായമായിട്ടാണ് പറയാനുള്ളത്. നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെ ആയിരുന്നു കേട്ടോ ഇവിടെ. നല്ലൊരു എന്താ പറയുക, എല്ലാവർക്കും നല്ല ഇഷ്ടമായി കേട്ടോ. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനി നമ്മൾ നല്ല പോകാനുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അത്രയ്ക്കുള്ള ഈ റിസോർട്ടിനെ പറ്റി പറയാനുള്ളത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.